ഞാൻ എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഒരിക്കലും എന്റെ വിഷമം ഞാൻ വേറെ ആരും അറിയിക്കില്ല. ഞാൻ ആര് ചോദിച്ചാലും പറയും 3 പടം കമ്മിറ്റ് ആയേക്കുക. അതായത് അന്ന് നമ്മൾ സിനിമ ചെയ്യാൻ നടക്കുന്ന സമയത്ത്. അപ്പം എനിക്കറിയാം ഞാൻ പറയുന്ന കള്ളമാണ്. അപ്പൊ ആ വിഷമം ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം 1-2 കാര്യങ്ങളിലൊന്നാണ്, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെന്നൈ പോന്നു. അപ്പൊ സിനിമ ഒന്നും റെഡി ആവുന്നില്ല. അപ്പൊ ഡെയിലി പാവം എൻ്റെ അമ്മ, അച്ഛൻ, വൈഫൊക്കെ ഇങ്ങനെ വിളിക്കുക, എന്തായി. അപ്പം എനിക്ക് വരെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ നിന്ന് 50,000 രൂപ കടം വാങ്ങിച്ചിട്ട് ഞാൻ അഡ്വാൻസ് കിട്ടിയെന്ന് അവൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പം അവര് ഭയങ്കര സന്തോഷമായില്ലേ. അപ്പം ഞാൻ അത് എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കും. പക്ഷെ അവർക്ക് എനിക്ക് അഡ്വാൻസ് കിട്ടി, പൈസക്കല്ലേ പറഞ്ഞത്, എനിക്ക് അഡ്വാൻസ് കിട്ടി സിനിമ ഓണായെന്ന് അറിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ സിനിമ ഓണായി അന്നേരം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കൃത്യമായിട്ടത് പിടിച്ചു. അച്ഛൻ പിടിച്ചു, നീ എവിടുന്ന കടം വാങ്ങിച്ചത്? അന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പൊ കുഴപ്പമില്ലടാ, നിനക്കിതൊക്കെ മാറി എല്ലാവരും നിന്നെ തിരിച്ചറിയുന്നില്ല, നിന്നെ അറിയുന്നൊരു ദിവസം വരും, അന്ന് അച്ഛൻ അഭിമാനത്തോടെ നിന്റെ തോളത്ത് കേട്ട് നിന്നോളാം എന്ന് പറഞ്ഞു. എൻ്റെ ആദ്യ സിനിമ റിലീസായി തിയേറ്ററിൽ നിന്ന് കണ്ട് പുറത്തിറങ്ങി വരുമ്പം അച്ഛൻ കണ്ണ് നിറഞ്ഞ് വന്നിട്ട് എന്നെ ഇങ്ങനെ തോളത്ത് കേട്ടു, നീ അഭിമാനത്തോടെ തലയോർത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. അത് അച്ഛനാണ് എന്നെ സിനിമയിലേക്ക് എല്ലാ കാര്യം മോട്ടിവേറ്റ് ചെയ്ത അച്ഛനാണ്.